മിനിയാന്ന് ഇവിടെ നീരായി. ബാൻഡേജ് അയക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അന്നത്തെ ദിവസം ബാക്കിൽ കുത്തിയിട്ടിയതിൻ്റെ വേദന ഇപ്പോഴും മാറിയില്ല. പിന്നെ ഫണ്ടിൻ്റെ ഒക്കെ എനിക്കൊന്ന് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. ബജാജിൻ്റെ ഒക്കെ EMI ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് അതും യൂസ്ഫുൾ ആയിരിക്കും. ബാൻഡേജ് അയച്ചു. അപ്പം അതിൻ്റെ ബാക്കിൽ കാണിച്ചു തരാം. അപ്പോൾ ബാൻഡേജ് അയക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ചിലവർക്ക് പെയിൻ ഉണ്ടോ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വെള്ളമാക്കിയിട്ട് ഇങ്ങനെ ബെറ്റാഡിനൊക്കെ തരണം. ഡേറ്റ് ഇവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇത് 5 ml ഇതെടുക്കും, ബെറ്റാഡിൻ്റെ വെള്ളം. എന്നിട്ട് അത് നമ്മളെ തലയമലൊക്കെ ആക്കും. അത് കഴിഞ്ഞിട്ട് ഇതെടുക്കും, സെലൈൻ വാട്ടർ. എന്നിട്ട് അതാക്കും. അങ്ങനെ 10 ദിവസത്തിന് ചെയ്യണം. ഇതെടുത്തിട്ട് നമ്മളെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഈ ചെയ്തെടുത്ത് രണ്ടിടത്ത് ഇട്ടിക്കണം. അപ്പോൾ ഇന്നലെ ഒന്നും ചെയ്തിട്ടുണ്ട്. ബാൻഡ് മറ്റേ ഡോണർ ഏരിയയിൽ ഇന്നലെ ചെയ്തിട്ടില്ല. ഇനി അവിടെയും ചെയ്യണം. കാരണം ഇപ്പോൾ ഇവിടെ ഇതുമ്പോൾ തൊടാൻ പാടില്ല. 10 ദിവസത്തിന് ചെയ്തെടുത്ത് തൊടാൻ പാടില്ല. ബാക്കി അവിടെ കൈ കൊണ്ടൊക്കെ ഓയിൽമെൻ്റൊക്കെ ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ബാൻഡേജ് ഉപയോഗിക്കാൻ ബാക്കിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റേ ഓയിൽമെൻ്റൊക്കെ പറ്റാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ 10 ദിവസത്തിൽ ഈ 2 സാധനത്തിന് കൈ തൊടാനേ പാടില്ല. അപ്പോൾ ഇനി നാളെ തൊട്ട് കുളിക്കുക. ബേബി ഷാമ്പു വെച്ചിട്ട് കപ്പിൽ എടുത്തിട്ട് സെൻറ്ററിൽ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് ആദ്യം അത് ഒഴിച്ചിട്ട് പിന്നെ നോർമൽ വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഡെയിലി ഒരു 10-8 പ്രാവശ്യം ചെയ്യണം. ഈ സലൈൻ വാട്ടറും ബറ്റാഡിൻ രാവിലെയും രാത്രി മാത്രമുള്ളൂ. ബാക്കി എല്ലാം ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ഈ സലൈൻ വാട്ടർ വെറുതെ വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കാം. പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നോട്ട് ബാക്കിലും ആക്കണം, കാരണം ബാൻഡേജ് ഊരില്ല. എന്നിട്ട് 2 പ്രാവശ്യം രാവിലെ രാത്രി ഓയിൽമെൻ്റ് ഇടണം. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. എൻ്റെ കൂട്ട്നെസ്സൊക്കെ നീര് നേരെ ചെരിഞ്ഞിടുന്നാലൊക്കെ നീര് വരുന്ന പറയാം. പക്ഷെ എനിക്കൊന്ന് എൻ്റെ ഫ്രണ്ട്സ് ചെയ്തവരെല്ലാവർക്കും നീര് വന്നിട്ടുണ്ട്. അപ്പോൾ നീരെന്തായാലും വരാനുള്ളതാണെന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പോൾ കെട്ടിയ ഭാഗത്ത് ഇവിടെ വരെ മറ്റേ ബാൻഡേജ് ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ വീർത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നീര് വന്നിട്ടുണ്ട്. പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ അപ്പം നീര് ഒരു 2 ദിവസത്തിൽ അത് മാറും എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും അങ്ങനെ വന്നിട്ടുള്ളൂ. വരും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പോകും. അപ്പോൾ ഇനി ഓയിൽമെൻറ്റ് തേക്കലും പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ്. ഇനി ഇങ്ങനെ തന്നെ നാളെ തൊട്ട് ഷാമ്പു വാഷ് തുടങ്ങും. ഞാൻ പറഞ്ഞ പോലെ സെൻറ്ററിൽ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തൊടാനൊന്നും പാടില്ല. ബാക്കിലൊക്കെ കൈ കൊണ്ടാക്കുക, പിന്നെ സെൻറ്ററിലും ആക്കുക. പക്ഷേ ഈ ചെയ്തോടത്ത് തൊടാൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ സാധാ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ എല്ലാ ഓരോ മണിക്കൂർ സലൈൻ വാട്ടർ വെച്ച് ഒഴിക്കുക. ഇതന്നെയാണ് ഇനി 10 ദിവസം ഫുള്ള് ചെയ്യാനുള്ളത്. 10 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബ്ലാക്ക് കുത്ത് കാണുന്നത് ഇങ്ങനെ മറ്റേ ചെയ്തതിൻ്റെ ഒരു പറ്റ പോലെ കാണുന്നതാണ്. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മൾ ഹെഡ് വാഷ് ചെയ്താൽ പിന്നെ നോർമലായി. എന്നാലും ഹെൽമെറ്റ് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുക. സംഭവം നോർമലായി, സ്റ്റിൽ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് കുത്തൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പിന്നെ ഒരു മാസം 1.5 മാസം ആകുമ്പോൾ മുടി വരും, പിന്നെ അത് പോവും. എന്നിട്ടാണ് ഒരു 3, 4, 5 മാസം തൊട്ട് ശരിക്കുള്ള മുടി വന്നു തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. ട്രാൻസ്പ്ലാന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ നാളെ ഷാമ്പൂ ഇങ്ങനെ ഇടയ്ക്ക് എന്താ അവസ്ഥകളെ കാണിച്ചാൽ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുകയാണെങ്കിൽ. ഓക്കെ, അതേ ബെറ്റാഡിനും പിന്നെന്താ സലൈൻ വാട്ടറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ഓയിൽമെൻറ്റ് വെക്കണം. രാവിലെ രാത്രി ഓയിൽമെൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇനി രാത്രി ഇതുമ്പോൾ തൊട്ടാലും ഇതാക്കിയാലൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഇനി രാത്രി കെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കണം. എനിക്കറിയില്ല ഇത് ഉണങ്ങോ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ പിന്നെ വല്ല തുണി വിരിച്ചിട്ട് കെടുക്കേണ്ടി വരും. അപ്പോൾ ഓയിൽമെൻറ്റൊക്കെ തേക്കാം. പിന്നെ ഇടയ്ക്ക് മറ്റേ വീഡിയോയിൽ ഭയങ്കര ഫാനിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തല വേർക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഫാൻ ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഭയങ്കര ഫാനിൻ്റെ സൗണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഓയിൽമെൻറ്റൊക്കെ തേച്ച് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മേലൊഴുകും. പിന്നെ ഇനി ഇങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടിരിക്കും. ഡേ 3 നാളെ തൊട്ടാണ് ഷാമ്പു വാഷ് വരാം. അത് പിന്നെ അങ്ങനെ 7 ദിവസം, ബാക്കി 7 ദിവസം ചെയ്യും. പിന്നെ അവിടെ പോയിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ഇതാണ്, ഇത്രയല്ലോ, ഇനിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഓയിൽമെൻറ്റൊക്കെ തേച്ചിട്ട് ഇനി എന്താ അവസ്ഥ എന്നൊക്കെ നോക്കട്ടെ. ഇപ്പം എനിക്കിവിടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് വേറെ. കാരണം നീര് കെട്ടിയിട്ട് നീര് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായി. ഇനി ഇത് 2 ദിവസം മാറും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും മരവിപ്പ് പോയിട്ടില്ല എന്ന്. ചിലപ്പോൾ അപ്പോഴത്തേക്ക് തുടങ്ങിയപ്പോൾ ആ ഒരു ഇത് നീറൽ നിൽക്കും എന്ന് തോന്നുന്നു.
അതിന് മുമ്പ് ഉണങ്ങണം, അല്ലെങ്കിൽ അമ്മ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ നീറല്ലോ. ഊരിയപ്പോൾ ഒന്നും വലിയ പ്രശ്നം ഉണ്ടായില്ല. വാട്ടർ ഇങ്ങനെ ഒഴിച്ച് ഇപ്പോൾ അത് കൂരി വലിയ പ്രശ്നമൊന്നുമില്ല. ഇവൾക്ക് ഇങ്ങനെ തലറങ്ങണ പോലെ ഉണ്ടായി, പക്ഷേ വേദന ഒന്നും ഉണ്ടായില്ല അധികം ഭാഗ്യത്തിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മേലെ കഴുകി ഉച്ചക്കൊന്നും മെഡിസിൻ ഇല്ല, രാവിലെ രാത്രി അതിൽ 2 നേരം ബിഫോർ ഫുഡ് വരുന്നുണ്ട്, ബാക്കി 3 ഗുളിക. ഇനി ഇത് കഴിഞ്ഞിട്ട് വാഷിങ് കഴിഞ്ഞിട്ടോ എനിക്ക് ചിലപ്പോൾ വിറ്റാമിൻ ഡിയുടെ മെഡിസിനൊക്കെ തരുമായിരിക്കും, കാരണം എനിക്ക് വിറ്റാമിൻ ഡി നല്ല കുറവായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര ഉള്ളൂ. ഡേ 2 ടിക് ടിക്. മക്കളെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ TT എടുത്തുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതെന്തായാലും എടുത്തോ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ബാക്കിൽ കുത്തിയിട്ടിയതിൻ്റെ വേദന ഇപ്പോഴും മാറിയില്ല, നല്ല കുഴപ്പമുണ്ട്. ഇതൊന്നും ഇപ്പോൾ പ്രശ്നമില്ല, ഇതാണ് നല്ല വേദന. അപ്പോൾ TT എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക, കാരണം എടുത്തുമ്പോൾ എന്തായാലും എടുക്കണം. കാരണം ചിലർക്ക് സിറിഞ്ചിൽ അങ്ങനെ എന്തോ ഒരു സീൻ കേട്ടിരുന്നു, ഇതെടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം. അപ്പോൾ പിന്നെ ഫണ്ടിൻ്റെ ഒക്കെ എനിക്കൊന്ന് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. ബജാജിൻ്റെ ഒക്കെ EMI ഉണ്ട്. അപ്പോൾ കുറേ പേർക്ക് അതും യൂസ്ഫുള്ളായിരിക്കും, ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. ഇനി ഡേ 3 നാളെയാണ് ഷാമ്പൂ പരിപാടി. ഇനി അങ്ങനത്തെ കുറച്ച് റിസ്ക് കളികളുണ്ട്. ബാക്കി ഫുൾ പോരാട്ടങ്ങളാണ്. ഈ സെൻറ്ററിൽ മാത്രം കപ്പിൽ ഷാമ്പൂ മറ്റേ ഡ്രോപ്പ് ഇട്ടിട്ട് ഇതിൽ മാത്രം ഒഴിച്ച് ഇവിടെ ഒന്നും തൊടാണ്ട് ബാക്കിലും സെൻറ്റർ മാത്രം കഴുകണം. പിന്നെ സാധാ വെള്ളം അതുപോലെ തന്നെ ഒഴിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ബാക്കി ഡേ 3 അല്ല ഡേ 4 അല്ലെങ്കിൽ 3ൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ബൈ. അങ്ങനെ ഡേ 6 ആയി. ഇന്നലെ മിനിയാന്നൊക്കെ മുഖത്ത് ഭയങ്കര നീരായിരുന്നു. ഇവിടെ ഇപ്പോഴും മാറിയില്ല എന്ന് തോന്നുന്നു. കണ്ണിൻ്റെ ഇവിടെയൊക്കെ കുറച്ചുകൂടുണ്ട് റെഡിയാവാൻ. ഇന്നലെ മിനിയാന്ന് ഇവിടെ നീരായി. എല്ലാവർക്കും വരും നീര്. 3-4 ദിവസം ഉണ്ടാവും, 2 ദിവസമൊക്കെ ഉണ്ടാവും. 5-ാമത്തെ ദിവസമൊക്കെ എല്ലാം റെഡിയാവും എന്ന് പറയുന്നത്. 5-6 ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് മാറി. നമുക്കൊക്കെ എന്തോ കാലത്തിലാണിപ്പോൾ. പിന്നെ ഷാമ്പൂ വാഷൊന്നും കുഴപ്പമുണ്ടായില്ല. ആകുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ കെടുക്കുമ്പോൾ ഈ നെക്ക് പില്ലോ ചേർന്നിട്ട് പുറം ഭയങ്കര വേദന. കാരണം ഇവിടെ ചെയ്തിട്ടില്ലാത്തവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇവിടെ മേലെ ചെയ്ത കാരണം അത് തട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ കെടുക്കുമ്പോൾ കുറച്ച് സീനാണ്. ഈ ഫ്രണ്ട് മാത്രം ചെയ്യുന്നവർക്കാണെങ്കിൽ സുഖമാണ്, കാരണം ബാക്കിലൊക്കെ പെട്ടെന്ന് ഉണങ്ങി, അത്യാവശ്യം വേഗം തന്നെ ഉണങ്ങി. കാണാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ബാക്കിലൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറ്റാടി കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഈ വരുന്ന മുടി ഇങ്ങനെ കുത്തുമ്പോൾ ഉള്ള ഒരു ചെറിയ പെയിൻ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യില്ല, ഇതിൻ്റെ വേറെ ഏതെങ്കിലും കൂടെ ആഡ് ചെയ്യും. ഇനിയിപ്പോൾ 3-4 ദിവസം ഞാൻ തന്നെ പോകും, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം. എൻ്റെ പഴയ രൂപത്തിലേക്ക് എത്താൻ വെയിറ്റിംഗ് ആണ്. Tick, tick.